ഇന്നലെയാണ് അതിജീവിത ഈ 7.5 വർഷം അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ളവരുടെ പ്രതികരണമൊക്കെ പങ്കുവച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എസ്കേൻ ഇപ്പോൾ പറഞ്ഞത്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരല്ല എന്ന് തനിക്ക് ഈ പോരാട്ടത്തിൽ മനസ്സിലായി എന്ന്. പക്ഷേ കോടതി ഈ വിഷയത്തിൽ വിഭിന്നമായൊരു നിലപാടാണ് എടുക്കുന്നത്. കോടതി ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ എന്നാണ് വിചാരണ കോടതി ഉത്തരവിൽ പറയുന്നത്. സെലിബ്രിറ്റിയായ പ്രതിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പ്രത്യേക പരിഗണന ഇല്ല എന്നും ഈ ജോയ്സ് പാലസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജോയ്സ് പാലസിലെ ഈ പാർക്കിങ്ങിൽ നടന്ന ഈ ഗൂഢാലോചനയാണ് അന്വേഷണ സംഘം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്തത്. ദിലീപും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പൾസർ സുനിയും തമ്മിൽ അവിടുത്തെ പാർക്കിങ്ങിൽ ഒരു BMW കാറിനകത്ത് ഗൂഢാലോചന നടത്തി. അതിന് പിന്നാലെ 1 ലക്ഷം രൂപ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പക്ഷേ കോടതി പറയുന്നത് ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തെളിയിക്കുന്നതിന് ഒരു കഷ്ണം പേപ്പറിന്റെ തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അവിടുത്തെ രജിസ്ട്രി, CCTV ദൃശ്യം, മൊഴി, അങ്ങനെ ഒരു വസ്തുതാപരമായ കാര്യങ്ങളും കോടതിയിലേക്ക് എത്തിയിട്ടില്ല. ഈ 1 ലക്ഷം രൂപ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് 2015-ലാണ്. ആ തുക എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിച്ചമച്ചൊരു കഥ മാത്രമാണ് ഈ ഗൂഢാലോചന എന്ന അന്വേഷണ സംഘത്തിനെതിരെ കോടതി വ്യക്തമാക്കുകയാണ്. അതായത് ഈ അന്വേഷണ സംഘം കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന എല്ലാ തെളിവുകളും അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ തെളിവുകളൊന്നും, എല്ലാ കണ്ടെത്തലുകളും സാധൂകരിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിൽ ഹോട്ടലിൽ നടന്ന ഗൂഢാലോചന എന്ന് പറയുന്നത്. പക്ഷേ അതും പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് നമ്മൾ കോടതി വിധി പകർപ്പും അയക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് പുറത്തുവിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.